കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ ഒരു യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിലെ പ്രതികൾ ഒളിവിലായിരുന്നു. അതിലെ മുഖ്യ പ്രതി ലോഡ്ജ് ഉടമ പിടിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ലോഡ്ജ് ഉടമ ദേവദാസിനെ തൃശൂർ കുന്നംകുളത്ത് നിന്ന് മുക്കം പോലീസ് പോക്കി. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. വിവരങ്ങളുമായി ദീപക് തർപ്പണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഇവർ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ്. എന്താണ് മുക്കത്തു നിന്നുള്ള വിവരം? മുക്കത്താണ് മുങ്ങിക്കളഞ്ഞത്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ മുക്കത്തെ ലോഡ്ജിൻ്റെ ഉടമ. ആ ലോഡ്ജിന് 3 ഉടമകളാണ്. അതിൽ ഒരു ഉടമ ദേവദാസ്. ആ ദേവദാസ് ഈ വിക്ടിമിനെ, അതായത് ആ ലോട്ടറിയിലെ ജീവനക്കാരി, ഒരു സാധാരണ സ്ത്രീ, ആ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഈ പ്രതിയാണെങ്കിൽ 60 വയസ്സിന് മുകളിലാണ്. എന്നാൽ ഈ യുവതിയാണെങ്കിൽ ഏതാണ്ട് 23 വയസ്സ് മാത്രം പ്രായമുള്ള, അതായത് സ്വന്തം മകളുടെ മകൾ പോലും ആവാൻ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ഈ ലോഡ്ജ് ഉടമ ദേവദാസ് പീഡിപ്പിച്ചത്. ഈ പീഡന ശ്രമം നിരന്തരമായി ഫോണിലൂടെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറുത്തുനിൽപ്പ് നടത്തുന്നു. പക്ഷേ ഒരു ദിവസം, ഈ ശനിയാഴ്ച, ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഇയാൾ അതിക്രമിച്ച് കയറി ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. കുട്ടി കുതിരി ഓടുന്നു. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ദേവദാസിൻ്റെ ക്രൂരമായ ഈ പീഡന ശ്രമം, അതിനിടയിലാണ് കുട്ടി പരിക്കേറ്റത്. കുട്ടി ഇപ്പോൾ ICUലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടക്കുകയാണ്. കോഴിക്കോട് റൂറൽ പോലീസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ പ്രതി ഒളിവിൽ പോകുന്നു. പ്രതിയുടെ കൂടെയുള്ളവർ പോലും മൊബൈൽ ഫോൺ ഒഴിവാക്കുന്നു. ഏറ്റവും ഒടുവിൽ കക്കോടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇയാളുടെ ടവർ ലൊക്കേഷൻ ലഭിക്കുന്നു. അതിനുശേഷം പിന്നീട് ടവർ ലൊക്കേഷനേ ഇല്ല. പക്ഷേ പ്രതി ഒടുവിൽ ചില ഫോൺ കോളുകൾ മറ്റൊരാളുമായി നടത്തുന്നതുമായി ബന്ധപ്പെട്ട സൈബർ വിവരങ്ങൾ കിട്ടുന്നു. അങ്ങനെ കുന്നംകുളത്ത് പോയി കോഴിക്കോട് റൂറൽ പോലീസ് KE ബൈജു SP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള റൂറൽ പോലീസിൻ്റെ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതിയെ കുന്നംകുളത്ത് നിന്നും ഇന്നലെ രാത്രി വൈകി പിടിച്ച് ഇപ്പോൾ മുക്കത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പുതിയ BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻസ് 104, അതുപോലെ തന്നെ 329, അതുപോലെ തന്നെ 74, അതുപോലെ 3 സെക്ഷൻ 5, ഇത്തരം 4 വകുപ്പുകൾ ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയത്. ഏതായാലും ഇനിയിപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം സ്ത്രീക്ക് നേരെയുള്ള അതിക്രൂരമായ അതിക്രമം, അതും സ്വന്തം ജീവനക്കാരിക്ക് നേരെയുള്ള അതിക്രമം, ആ അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിൽ അവർ ഗുരുതര പരിക്കോടുകൂടി മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. ഇന്നലെയും അവരുടെ മൊഴി വീണ്ടും എടുത്തിരുന്നു. 2 ഘട്ടങ്ങളിൽ മൊഴിയെടുത്തു. വീടുകളിലെ തെരച്ചിൽ. ഒടുവിൽ പോലീസ് അതിസാഹസികമായാണ്